നമസ്കാരം. നെഞ്ചു നീറുന്ന വേദനയോടെയല്ലാതെ 4 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ കൊന്ന കേസിന്റെ പിന്നാമ്പുറ വിവരങ്ങൾ നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയില്ല. സ്വന്തം മകളെ പുഴയിലേക്ക് എറിഞ്ഞത് സമനില തെറ്റിയ മനസ്സിന്റെ കൈത്തെറ്റാണെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി. കൊല്ലപ്പെടുന്നതിന് തൊട്ടുതലേന്നാൾ ഉൾപ്പെടെ കഴിഞ്ഞ 1 വർഷമായി ആ പൊന്നോമന ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലും പ്രതിയുടെ വെളിപ്പെടുത്തലും. കുഞ്ഞിന്റെ പിതാവിന്റെ ഇളയ സഹോദരന്റെ ലൈംഗിക വൈകൃതങ്ങൾ അമ്മ അറിഞ്ഞിരുന്നുവെന്നും അതിന്റെ മാനസിക സംഘർഷം അവർ അനുഭവിച്ചിരുന്നുവെന്നുമാണ് പുതിയ വിവരം. താളം തെറ്റിയ കുടുംബ സാഹചര്യങ്ങളിൽ എവിടെയോയാണ് ഈ കൊടും ക്രൂരകൃത്യത്തിന്റെ വേരുകൾ വീണുകിടക്കുന്നത്. ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം പരിശോധിക്കും. പ്രേക്ഷകർക്ക് സ്വാഗതം. മറ്റക്കുഴി വാർഡ് പഞ്ചായത്ത് അംഗം ശ്രീമതി ബീന ജോസ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. റിട്ടയേർഡ് SP ശ്രീ KM ആന്റണി, പോലീസിന്റെ തുടരന്വേഷണം ഏത് ദിശയിലായിരിക്കും, എന്തൊക്കെയാണ് ഇനി പുറത്തു വരാനുള്ള വിവരങ്ങൾ എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനുഭവ പരിചയത്തിൽ നിന്നും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ KM ആന്റണി ഉണ്ടാകും ഈ ചർച്ചയിൽ. മുൻ ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് J സന്ധ്യ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നു. പീഡിയാട്രീഷ്യനും അതുപോലെ തന്നെ സാമൂഹിക കാര്യങ്ങളിൽ നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നൽകാറുള്ള ഡോക്ടർ സൗമ്യ സെരിനും ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഉണ്ട്. ആന്റണി സർ, ശ്രീ KM ആന്റണി, ഇപ്പോഴും നമുക്ക് വ്യക്തമാകാത്തൊരു കാര്യം, ഈ കുട്ടിയെ പുഴയിലേക്ക് അമ്മ എറിഞ്ഞത് അവരുടെ മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായിട്ടായിരുന്നു. അതല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ നോക്കുമ്പോൾ അച്ഛൻ്റെ സഹോദരൻ കഴിഞ്ഞ 1.5 വർഷമായി ഈ കുട്ടിയെ നിരന്തരം പീഡനത്തിന് ഇരയാക്കിയിരുന്നുവെന്നും ഈ വിവരം അറിഞ്ഞ അമ്മ അയാളുമായി വഴക്കിട്ടിരുന്നുവെന്നും അതിൽ വേണ്ടത്ര ഒരു പിന്തുണയോ അല്ലെങ്കിൽ ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഒരു സഹായമോ കിട്ടാത്തത് കൊണ്ടുണ്ടായ മാനസിക പ്രശ്നമാണ് ആ കുഞ്ഞിനെ കൊല്ലുന്നതിലേക്ക് നയിച്ചത് എന്നുമൊക്കെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തി എന്ന നിലയിൽ ഇനി ഈ സംഭവത്തിൽ പുറത്തു വരാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീ KM ആന്റണി? ഗോപികൃഷ്ണൻ, ഇതിൽ വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു സംഭവമായിട്ട് ആണ് അത് ആദ്യം മുതലേ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ കുട്ടിയെ അങ്കനവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ട് വരികയും ആലുവാപ്പുഴയുടെ പരിസരങ്ങളിൽ ഇത് ഒരു കുട്ടിയെ കൊലപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുകയും പക്ഷേ ഓട്ടോറിക്ഷക്കാരുടെ ഇടപെടൽ കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവുകയും വീണ്ടും ചാലക്കുടി പുഴയുടെ മുകളിലുള്ള മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം കുട്ടി അതിനുശേഷം ഈ അമ്മയുടെ വീടായ കുറുമശ്ശേരിയിലെത്തി. കുറുമശ്ശേരിയിൽ വന്ന് വളരെ ഇൻഡിഫറൻ്റായിട്ട്, അതായത് കൃത്യമായ രീതിയിലല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം മുതൽ തന്നെ ഈ അമ്മ എന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംസാരിക്കാതിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത നമുക്ക് വരുന്നില്ല. അമ്മയെ പിന്നീട് വിശദമായുള്ള ചോദ്യം ചെയ്യലിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിച്ചത്. അപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സംഭവത്തിലുണ്ട്. അത് പിന്നീട് ഇപ്പം പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് എന്താണ്, എങ്ങനെ ആയിത്തീരേണ്ടതുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന് വളരെയധികം വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഈ മരിച്ചുപോയ കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും അവരുടെ വീട്ടിലുള്ള സമയത്ത് എന്തുകൊണ്ടാണ് ആ ഭർത്താവിൻ്റെ വീട്ടിൽ അത്ര സുരക്ഷിതമായ അല്ലാത്തൊരു നിലയിൽ അവിടെ പാർപ്പിക്കാനുണ്ടായ ഇട എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ലിസ ജോൺ, പോലീസ് സർജൻ, അവർ വിശദമായിട്ട് കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും അത് പരിശോധന നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരണം ഇനിയിപ്പം ഈ പറഞ്ഞ പീഡനം മറച്ചു വയ്ക്കാനാണോ ഈ കൊലപാതകം എന്നുള്ളതും അതുപോലെ തന്നെ അതും നമ്മൾ അന്വേഷിക്കേണ്ടതായ ഒരു ഘടകമാണ്. കാരണം ഈ അമ്മയുടെ റോള്, അമ്മയെ ഇപ്പോൾ 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നുണ്ട്. കസ്റ്റഡിയിൽ വിളിച്ച് വരുത്തി കൊണ്ടുവന്ന് വിശദമായിട്ട് ചോദിക്കുമ്പം അവരെന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണം വരുന്നത്. ആന്റണി സർ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത് സർ. അതായത് ഈ അമ്മയുടെ മാനസിക നില തെറ്റിയിരുന്നു, അതാണ് ഇതിലേക്കൊക്കെ വഴിവെച്ചതെന്നുള്ള ഒരു വാദം താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? അതായത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ?
ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അമ്മ ആദ്യം പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾക്കത് അതുകൊണ്ട് അടങ്ങാം, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അമ്മ പറയുന്ന കാര്യങ്ങളെ മുഖവിലക്കെടുക്കാതെയുള്ള ഒരു അന്വേഷണമാണ് മുന്നോട്ട് പോകേണ്ടത്. ആ കൊലപാതകവും ഈ പറഞ്ഞ കുട്ടിയെ പീഡിപ്പിച്ച വിവരവും അമ്മയ്ക്ക് അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഈ പ്രതി എന്ന് പറയുന്ന ആൾ പറഞ്ഞതായി മൊഴി തന്നതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണ് എങ്കിൽ ആ സ്വന്തം 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച ആ വിവരം അമ്മ എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവരെന്തുകൊണ്ട് അത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള ഒരുപാട് ദുരൂഹതകൾ, ഒരുപാട് കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നന്വേഷിച്ച് കൃത്യമായിട്ട് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. കാരണം ഈ കുട്ടിയുടെ അച്ഛനെന്ന് പറയുന്ന ആളും അല്ലെങ്കിൽ അമ്മയും തമ്മിൽ അത്ര നല്ലൊരു ബന്ധമല്ല എന്നും അച്ഛൻ വല്ലപ്പോഴുമേ വീട്ടിൽ വരികയുള്ളൂ എന്നും ഈ അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള ആൾ ഈ കുട്ടിയെ താലോലിക്കുകയും അതുപോലെ തന്നെ വാത്സല്യത്തോടെ പുറമേ കാണിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയും കൂടെ കിടത്തുകയും ചെയ്യുന്നു എന്നുള്ളൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് സ്വാഭാവികമല്ലാത്ത നിലയിലാണ് എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമാണ് നമ്മൾ പുറത്തറിയുന്നത്. അതല്ലാതെ ഇത് അറിഞ്ഞിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ പോക്സോ ആക്ട് പ്രകാരം കുറ്റക്കാരാണ്. ആ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഇപ്പോൾ അമ്മയാണ് ഇത് അറിഞ്ഞെങ്കിൽ പോലും അമ്മ അത് പുറത്തു പറയുകയോ പോലീസിൽ അറിയിക്കുകയോ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അവരും അല്ല ആന്റണി സാർ, ഇപ്പോ അമ്മയ്ക്ക് അമ്മ അറിയുന്നു ഈ കുഞ്ഞ് ഇങ്ങനെ അച്ഛന്റെ സഹോദരൻ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് അമ്മ അറിയുന്നു. അങ്ങനെ അറിഞ്ഞാൽ പോലും അമ്മയ്ക്ക് പുറത്തു പറയാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും ഒരു കാര്യം ഈ സംഭവത്തിൽ അമ്മയ്ക്ക് മറച്ചു വെക്കാനുണ്ടെങ്കിലോ അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ? ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി വ്യക്തമായി പറയാതിരുന്നതാണ്. കാരണം അത് ഞാൻ പറയുന്നത് അത് എനിക്കൊരു അത്രയ്ക്ക് പറയാനുള്ള അത്രയ്ക്കൊരു മനസ്സ് വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആവാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് എങ്കിൽ ഈ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും തടസ്സമായി നിൽക്കുന്ന കുട്ടിയായിട്ടോ അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സൗകര്യങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് ഈ കുട്ടിയുടെ മരണം ആവശ്യമായി വരികയോ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അല്ല ആന്റണി സാർ, ഒരുപക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ തുറന്ന് ചർച്ച ചെയ്യുമ്പോൾ വിമർശിക്കപ്പെട്ടേക്കാം. ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് ഇതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ ആളുകൾ എന്തിനാണ് നിങ്ങൾ ആ നിലയ്ക്ക് ചിന്തിക്കുന്നത്, അങ്ങനെ എന്തിനാണ് ചർച്ച കൊണ്ടുപോകുന്നത് എന്ന് ഒരുപക്ഷെ അവർ കരുതുന്നുണ്ടാകാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരിക്കലും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതാത്ത തരത്തിലുള്ള സംഭവങ്ങളാണല്ലോ ഈ അടുത്ത് കുറേ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കൊലപാതകം എടുത്തു നോക്കിയാലും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണോ, ഇത് നമ്മുടെ വീടുകളിൽ നടക്കുന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന, നമുക്ക് തെറ്റുപറ്റിപ്പോയോ എന്ന് നമ്മൾ കരുതിപ്പോകുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾ അവർ പിന്നെ ഗർഭിണികളാവുകയും അങ്ങനെ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നിയമപരിരക്ഷ തേടുകയും ഒക്കെ ചെയ്യുന്ന കേസുകൾ കോടതിയിൽ വരെ എത്തുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആന്റണി സാർ, ഈ അമ്മയ്ക്ക് ഒന്നും മറച്ചു വെക്കാൻ ഇല്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ മാനസിക നില തെറ്റിയിരിക്കുന്നു എന്ന ആ വാദം അവിടെ നിൽക്കട്ടെ, ഈ അമ്മയ്ക്ക് ഒന്നും മറച്ചു വെക്കാൻ ഇല്ലായിരുന്നു എന്ന് കരുതുക. സ്വാഭാവികമായും സ്വന്തം മകൾ അത് ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാഗത്തു നിന്ന് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നൊരു വിവരം ഒരമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ഒന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കും, ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം വീട്ടിലെങ്കിലും അറിയിക്കും, പിന്നെ പോലീസ് നിയമവഴികൾ അല്ലെങ്കിൽ ഭർത്താവിനോട് പറയും. ഇങ്ങനെ പല വഴികളുണ്ടല്ലോ. ഇതൊന്നും ഒരു അമ്മയെന്ന നിലയിൽ ആ സ്ത്രീ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ മറക്കാനുണ്ടായിരുന്നു എന്ന് സാമാന്യമായി നമ്മൾ കരുതില്ലേ ആന്റണി സാർ? ഗോപികൃഷ്ണൻ, അതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം അവരിങ്ങനൊരു വിവരത്തെപ്പറ്റി, ഇങ്ങനൊരു സംഭവമോ അല്ലെങ്കിൽ ഒരു സൂചനയോ ലഭിക്കുന്ന ഘട്ടത്തിൽ അവരുടെ വീട്ടിലേക്ക് ഈ 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് അവരുടെ അമ്മയും അവരുടേതായ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. അവിടെ ആ കുട്ടിയെ താമസിപ്പിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. ഭർത്താവിൻ്റെ വീട്ടുമാരുമായിട്ട് അലോഹ്യമുണ്ട് എങ്കിൽ അത് ഇതിനകത്തൊരു കാരണമല്ല. അതാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. നമ്മളിപ്പോൾ സമൂഹം നമ്മൾ കേൾക്കാൻ പാടില്ലാത്തതോ കേൾക്കാൻ ആഗ്രഹിക്കാത്തതോ ഒരിക്കലും ചിന്തിക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വാളയാറ്, വണ്ടിപ്പെരിയാറ്, അതുപോലെ തന്നെ നമ്മുടെ ആലുവയിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി ആ രീതിയിൽ ഉപദ്രവിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ഒന്നിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. എന്തും എപ്പോഴും എവിടെയും സംഭവിക്കാം. ഇതും ഈ കൊലപാതകം നടന്നതുകൊണ്ടാണ് ഈ പീഡനം അറിഞ്ഞത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ
അതിപ്പം കൃത്യമായ നിലയിലൊരു അവർ വളരെ പ്ലാൻ ചെയ്തുള്ള ഒരു കൊലപാതകമാണെങ്കിൽ ഇതിലേക്ക് ആ ഒരു ദിശ വരികില്ല എന്നുള്ളതും ഇതിനകത്തൊരു സത്യമാണ്. അപ്പം ഇതിൽ എന്തൊക്കെയോ കൂടുതൽ ദുരൂഹതകളുണ്ട്. അതിൽ ഒരു ആൺകുട്ടിയുണ്ട്, ഈ പെൺകുട്ടിയുടെ മൂത്ത ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടിയെ വിശദമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആ വീടിൻ്റെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ ഈ പിടിക്കപ്പെട്ടിരിക്കുന്ന ഈ അച്ഛൻ്റെ അനിയനുണ്ടല്ലോ, അയാളുടെ നീക്കങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് മൊബൈലും മറ്റുള്ള അയാളുടെ ട്രാൻസാക്ഷൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങളിലേക്ക് വരാം. പോലീസിന് തെളിവുകൾ വരും. ഒന്നുകിൽ ഈ അമ്മ ഈ കേസിൽ പോക്സോ കേസിൽ കൂട്ടുപ്രതിയാവുകയോ അല്ലെങ്കിൽ അതാണ്. അതായത് അമ്മ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ആന്റണി സാർ പറഞ്ഞതുപോലെ തന്നെ പോക്സോ കേസിൽ കൂട്ടുപ്രതിയാകേണ്ടതാണ്. ശരി സാർ, ഞാൻ വരാം. പഞ്ചായത്ത് അംഗം ശ്രീമതി ബീന ജോസ് ഉണ്ട്. ശ്രീമതി ബീന, ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം സ്വാഭാവികമായും വലിയ ഒരു കുടുംബാന്തരീക്ഷമാകെ കലങ്ങി മറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകിയിരുന്നുവെന്നും അവർക്കിടയിലുള്ള പ്രശ്നം കുറെ കൂടി വഷളാവുകയും ഒരു സമാധാനത്തോടുകൂടി ഒരു കുടുംബാന്തരീക്ഷത്തിലല്ല ഈ രണ്ട് കുഞ്ഞുങ്ങൾ, ഈ മരിച്ച കുട്ടിയും ആ കുട്ടിയുടെ സഹോദരനും അവിടെ വളർന്നിരുന്നത് എന്നുമൊക്കെയാണ് ഇപ്പോൾ വരുന്ന വിവരം. നാട്ടുകാർ ഇവരുടെ കുടുംബത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ശ്രീമതി ബീനയ്ക്ക് ഇവരുടെ കുടുംബത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? നമ്മൾ ഒരു കുടുംബത്തെ നേരത്തെ മുതൽ അറിയണതാണ്. ഇപ്പോൾ 2 മാസം മുമ്പ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ TV ചാനലിലൊക്കെ പറഞ്ഞേക്കണതാണ്. കുട്ടിക്ക് ഐസ്ക്രീം കൊടുക്കാനായിട്ട് കൊല്ലാനായിട്ട് നോക്കി. അപ്പോൾ അത് വീട്ടിൽ നിന്ന് പോയപ്പോൾ കത്തിയും അതുപോലെ തന്നെ ടോർച്ച് എടുത്തുകൊണ്ട് പോയി കൊച്ചിനെ കാശി എന്ന് പറഞ്ഞ മൂത്ത കുട്ടിയുണ്ട്. മൂത്ത കുട്ടിയുടെ തലക്കെട്ടടിച്ചു. കുട്ടിയുടെ ചെവിയുടെ മരിച്ച കല്യാണിയോട് ചെവിട്ടത്തടിച്ചു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മ തന്നെയാണ് മരിച്ച കുട്ടിയുടെ അമ്മയുടെ അമ്മ മുത്തശ്ശി ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇതിനകത്തൊരു പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ പേര് ഒരു ഘട്ടത്തിൽ നമ്മൾ പറയാൻ പാടില്ല. അത് ഞാൻ താങ്കളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് അതിഥികളോട്. ശരി, പറഞ്ഞോളൂ. ഓക്കെ 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 അങ്ങനെയാണ് ഞാൻ അവിടെ വീട്ടിലേക്ക് ഇതിനൊക്കെ ഇടപെടാൻ ഒരുങ്ങിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണമെന്ന് പറഞ്ഞു. കൗൺസിലിംഗ് കൊടുത്തു, കുട്ടിയെ കൊണ്ടുവന്നു. അന്ന് മുതൽ നമുക്ക് ഇവരിൽ നിന്നൊരു എതിർപ്പായിട്ടൊരു ഇത് കാണാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി എപ്പോഴും 2 കൊച്ചന്മാരുടെ അടുത്ത് എപ്പോഴും കൊച്ചന്മാർ അടിമാലിയൊക്കെ ഇരിക്കണു, അവരെ കളിപ്പിക്കണു, അവരെ കൊഞ്ചിക്കണു. അങ്ങനെ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു ഞങ്ങളുടെ കൊച്ചിനൊന്നും സംഭവിക്കാതിരിക്കണം എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഈ അമ്മ എന്നോട് പറയുമായിരുന്നു ഇവരെക്കാൾ കൂടുതൽ സ്നേഹം ഈ അച്ഛൻ്റെ അനിയന്മാർ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കണു, അത് അവൾക്ക് ഇഷ്ടപ്പെടണുണ്ടായില്ലായിരുന്നു അന്ന്. അതുപോലെ എന്നോട് പറഞ്ഞ് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കണത്. അപ്പോൾ ഞാൻ ഇവരുടെ അമ്മയോട്, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയോട് പറയുമായിരുന്നു ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഈ കുട്ടിയെ അമ്മയുടെ അടുക്കലേക്ക് തന്നെ വിട്, അവർ കൊച്ചിനെ സംരക്ഷിക്കട്ടെ, അതുപോലെ നിങ്ങൾ അങ്ങോട്ടേക്ക് കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആ കുട്ടിയെ കൂടുതലായിട്ട് അവൾ കെയർ ചെയ്യും, അതുപോലെ കുട്ടിക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് പറഞ്ഞ് ഒരു 2 മാസത്തോളമായിട്ട് അങ്ങനെ തന്നെ ഈ കുട്ടിയുടെ അമ്മ തന്നെ കൊച്ചിന് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, കൊച്ചിൻ്റെ കാര്യങ്ങൾ നടത്തുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല കൃത്യതയോടു കൂടി പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഭർത്താവ് തിരുവനന്തപുരത്ത് ജോലി സംബന്ധമായിട്ട് പോയപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അടുക്കളയിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് കുട്ടിയുടെ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ തന്നെ സന്തോഷമായിട്ട് ഇങ്ങോട്ട് മുമ്പോട്ട് പോവുക, ഇതുപോലെ തന്നെ നല്ല കുട്ടിയായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോവുക എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടാക്കുന്നതിൻ്റെ അന്നും കുട്ടിയുടെ അച്ഛൻ്റെ അനിയനായിട്ടും അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും എന്നോട് പറഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സന്തോഷത്തോടു കൂടി പോകുന്നു, അച്ഛന് സുഖമില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അതുപോലെ തന്നെ അച്ഛന് വേണ്ട ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, യാതൊരു കുഴപ്പമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ വൈകുന്നേരം തിങ്കളാഴ്ച വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ അറിയുന്നത് കുട്ടിയെ കാണാനില്ല എന്നറിയുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെ അനിയൻ തന്നെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവരുടെ കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ അന്വേഷിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്നിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ ഞാൻ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അപ്പോൾ അവിടേക്ക് ചോദിച്ചപ്പോൾ അവിടെയും ചെന്നിട്ടില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ അനിയനോട് വീണ്ടും അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ ചോദിച്ചാൽ നമുക്കൊരു കുറച്ച് സമയം നോക്കാം, 6:30 വരെ നോക്കാം, കുക്കറിൻ്റെ അടുപ്പ് നന്നാക്കാൻ അല്ലെങ്കിൽ വാഷ് നന്നാക്കാനായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു തൃപ്പൂണിത്തുറയ്ക്ക് അവിടെ നിന്ന് ബസ് കിട്ടിപ്പോയി തിരിച്ച് വന്നിരുമ്പോൾ തിരുവാങ്കുളത്തൊക്കെ ഒത്തിരി ബ്ലോക്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഭാഗമായിട്ടായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നേച്ചത്. വീണ്ടും ഒരു 7 മണി 7:15 ആയപ്പോഴാണ് അറിയണം അവൾ അവളുടെ വീട്ടിൽ ചെന്നു എന്ന് പറയണത്.
അപ്പോൾ അവരുടെ അമ്മയുടെ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു അവൾ വന്നിട്ടുണ്ട് കൊച്ചില്ല എന്ന് പറഞ്ഞു. കൊച്ചെന്തിയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവൾ തട്ടിക്കയറുകയാണ് കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവളായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കറിയില്ല എന്ന് ആദ്യമെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത് ചേച്ചി പിന്നെ ആലുവയിൽ വരെയും കൊച്ചെന്നോട് അവിടെ ഉണ്ടായിരുന്നു, പിന്നെ എവിടെയാണെന്ന് അറിയില്ല. പിന്നെ ഇപ്പം ഈ സംഭവം ഞാൻ ഇന്നലെ രാത്രി ഒരു 10:30 കൂടിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് അറിയണത്. അതിലൊരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ദുരനുഭവം ആ കുട്ടിക്ക് ഉണ്ടായി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ കൊച്ച് നല്ല ഹാപ്പി ആയിട്ട് നടന്നിരുന്ന കുട്ടിയാണ്. നമ്മളൊരു വീട്ടിലവിടെ ചെല്ലുകയാണെങ്കിൽ ആ കുട്ടി നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തരണം അല്ലെങ്കിൽ ചായ തരണം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആ കുട്ടിയായിട്ട് നമ്മൾ അടുത്തിട്ടുള്ള ആളുകൾ ആരും ആ കുട്ടി ഒരിക്കലും മറക്കുകയില്ല. അങ്ങനത്തെ ഒരു കുടുംബമായിരുന്നു അത്. ശ്രീമതി ബീന, ഇപ്പോൾ ഇതുവരെ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി, പക്ഷേ ഇതിനകത്ത് അച്ഛൻ്റെ സഹോദരന്മാർ കൂടുതൽ സ്നേഹം കൊടുക്കുന്നതിൽ അമ്മയ്ക്ക് ആദ്യം ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിലിപ്പോൾ അച്ഛൻ്റെ ഇളയ സഹോദരൻ ഈ കുട്ടിയെ കഴിഞ്ഞ് 1 വർഷമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന മൊഴിയും. അതിനുശേഷം ക്രൂരമായ ബലാത്സംഗത്തിന് ഈ കുട്ടി ഇരയായിട്ടുണ്ട്, ഈ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയുന്നതിൻ്റെ തൊട്ട് തലേനാൾ വരെ എന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആ കുടുംബത്തെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രതി എന്ന് പറഞ്ഞ ആൾ കുട്ടിയെ 2 ദിവസം മുമ്പും കൂടെ കടയിൽ കൊണ്ടുപോയി കൊച്ചിനെ അതുപോലെ ലാളിച്ച് കൊണ്ടു നടക്കുന്നതാണ്. പക്ഷെ നമ്മൾ അച്ഛൻ്റെ അനിയൻ അല്ലെങ്കിൽ അച്ഛൻ്റെ ബന്ധുവാണല്ലോ. അപ്പോൾ അവർ അത്രയും സ്നേഹത്തോടു കൂടി അച്ഛൻ്റെ സ്ഥാനത്ത് കൊണ്ടു നടക്കുന്ന ആളിൽ നിന്ന് ഇതുപോലൊരു ദുരനുഭവം ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ശരി, ഈ അമ്മ ഈ കുറേ അടുത്ത സമയങ്ങളിലൊക്കെ വളരെ നോർമലായിരുന്നു, സന്തോഷവതിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവർക്ക് ഒരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ആദ്യം നമ്മൾ കേട്ടത്. അതിനെ തുടർന്നാണ് അവരിതൊക്കെ ചെയ്തതെന്നാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നം ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നതായിട്ട് ശ്രീമതി ബീനയ്ക്ക് അറിയുമോ? മാനസിക പ്രശ്നം ഉണ്ടായിട്ടുള്ളായിരുന്നില്ല. അപ്പോൾ അവളിങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്നു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇടപെട്ട് തന്നെയാണ് പറഞ്ഞത് നമുക്കൊരു കൗൺസിലിംഗ് നടത്തി നോക്കാം, 2 പേരും പോകണം. അങ്ങനെ കുട്ടിയുടെ അച്ഛനും അമ്മയുടെ അമ്മയും അങ്കമാലി എല്ലപ്പോ ഹോസ്പിറ്റലിൽ പോയി. അവർ പോയി അച്ഛൻ ഡോക്ടറെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ വന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ടെസ്റ്റ് നടത്തണമെന്ന് ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും അവർ റിപ്പോർട്ടും കൊണ്ട് വന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിൽ മാനസിക രോഗമൊന്നുമല്ല. കുട്ടിക്ക് അവൾക്കൊരു 35 വയസ്സായിട്ടുണ്ടെങ്കിൽ ഒരു 10 വയസ്സിൻ്റെതായ പക്വതക്കുറവുണ്ട്, ഒരു 25 വയസ്സിൻ്റെതായ പക്വതക്കുറവാണ്, അക്കുതിയാണ് ഉള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാണ്ട് മാനസികമായിട്ടൊരു രോഗം ഇല്ല എന്നാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം നിരന്തരം ഉണ്ടാവുകയും പിന്നെ അത് ഇടപെടാൻ വേണ്ടി നിങ്ങളൊക്കെ അത് ഒഴിവാക്കാൻ നിങ്ങളൊക്കെ ഇടപെടേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുമ്പ്? ഉണ്ടായി, ഒരു 2-3 മാസം മുമ്പ് ഉണ്ടായി. അത് എന്തിനു വേണ്ടിയായിരുന്നു ആ പ്രശ്നം ഉണ്ടായിരുന്നത് ശ്രീമതി ബീന? പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ? എന്തായിരുന്നു അവർക്കിടയിലുള്ള പ്രശ്നം? പറയാൻ പറ്റുന്നതാണോ? ഇല്ല, അങ്ങനെയല്ല. ഇല്ല, ഇവളെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെയും കൊണ്ട് വീട്ടിൽ പോകുമായിരുന്നു. അപ്പം അവിടെ ചെന്നിട്ട് ഒരു പ്രാവശ്യം എന്താണെന്നറിയില്ല, ഈ 1 വർഷത്തിനുള്ളിൽ 1 ലക്ഷം രൂപ അവൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ ഇതിൻ്റെ ഇടയ്ക്ക് 2 മൊബൈൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അത് എന്ത് ചെയ്യുന്ന അറിയില്ല. അവൾക്കിപ്പോൾ നിലവിൽ ഫോണില്ല. അവൾക്ക് ആരുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായില്ല. ഇപ്പോൾ 2 മാസമായിട്ട് അവൾ അംഗൻവാടിയിൽ വരുന്നുണ്ട്, അംഗൻവാടിയിൽ ഒരു മീറ്റിംഗ് നടത്തിയാൽ വരുന്നുണ്ട്, കുട്ടീനെയും കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ അയൽവക്കത്ത് പരിപാടികൾ നടക്കുന്നു പോകുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്. ഈ 2 മാസത്തോളമായിട്ട് അവൾ ശരിക്കും ഇപ്പോൾ യാതൊരു കുഴപ്പമില്ലാത്തൊരു നോർമൽ പേഴ്സണെ പോലെയാണ് അവൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശരി, ഡോക്ടർ സൗമ്യ സരിൻ, ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ സാധാരണ കേരളത്തിലെ ഒരു ശരാശരി കുടുംബത്തിന് തോന്നുക ഈ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഇനി എങ്ങനെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുമെന്നാണ്. കാരണം ഇത്തരം സംഭവങ്ങളുടെ ഒരു കുഴപ്പം നമ്മളെല്ലാം ഇത് നമ്മളുമായി റിലേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. മനുഷ്യ സഹജമാണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുമോ, നമ്മുടെ കുട്ടികൾക്ക് നാളെ ഇങ്ങനെ സംഭവിക്കുമോ, നമ്മുടെ അടുത്ത ബന്ധുക്കളെ സംശയത്തോടെ കാണുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ സ്വാഭാവികമായും മനുഷ്യർ ചിന്തിച്ചു പോകും. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം വാർത്തകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇത്തരം വാർത്തകൾ ഒരു സമൂഹത്തിന് മുന്നിൽ എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പോലും ഇപ്പോൾ ഞങ്ങളുടെ എഡിറ്റോറിയൽ വരെ വലിയ ആലോചനകൾ നടന്നു. അതിനുശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരുന്നത്. ഡോക്ടർ സൗമ്യ സരിൻ, കേരളത്തിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഗോപി 2 ദിവസം മുന്നേ ഈ കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ഇതേ 24 ന്യൂസിൽ ഞാൻ ഹാഷിമുമായിട്ട് ഒരു ചർച്ചയിൽ ഇതേ സമയത്ത് 4-5 ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പാനലിസ്റ്റുകളിൽ ഒരാൾ അവരുടെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, അവർ പറഞ്ഞതിൽ, അവർ സംസാരിച്ചതിൽ പകുതി സമയം അവർ സംസാരിച്ചത് ഈ കുട്ടിയോട്, ഈ കുട്ടിയുടെ അച്ഛന്റെ സഹോദരന്മാർ കാണിക്കുന്ന വാത്സല്യത്തെ പറ്റിയും ആ കുഞ്ഞ് എത്രത്തോളം സന്തോഷത്തോടുകൂടിയും അല്ലെങ്കിൽ അവർ ആ കുട്ടിയെ എത്ര കാര്യമായിട്ടാണ് നോക്കുന്നത് എന്നതിനെ പറ്റിയാണ് അവർ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ എത്രത്തോളം ബ്ലൈൻഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മളൊക്കെ പറ്റിക്കപ്പെടുകയാണ് എന്നുള്ളത്. ഇത് ഈ ഒരു കുടുംബത്തിൽ മാത്രമല്ല, എത്ര കുടുംബങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളത് സത്യത്തിൽ വല്ലാത്തൊരു ഞെട്ടലാണ്. ഞാനിപ്പോ ഈ ചർച്ചയിൽ ഞാൻ അതായിരുന്നു ആലോചിക്കുന്നുണ്ടായിരുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ചാനലുകളും അവരുടെ അച്ഛന്റെ സഹോദരന്മാരുടെ വിഷമവും അല്ലെങ്കിൽ അവർ കരയുന്നതും ഒക്കെ വളരെ വികാരാധീനമായിട്ട് കാണിച്ചതാണ്. കാര്യം നമ്മളെല്ലാം അത് വിശ്വസിച്ചു. അവരുടെ കണ്ണുനീരും അല്ലെങ്കിൽ അവർ പറഞ്ഞതും അവരുടെ സ്നേഹലാളനങ്ങളും ഒക്കെ നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ വിശ്വസിച്ചു. അത് അവരുടെ ലാളനയാണ്. അവർന്ന് ഞാൻ പറയുന്നില്ല, ഈ മനുഷ്യൻ, എനിക്കറിയില്ല, ഒന്നിലധികം സഹോദരന്മാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തെയും നമ്മളെല്ലാവരും മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ വിശ്വസിച്ചു. അപ്പൊ ആ കുട്ടിയും ഇദ്ദേഹത്തെ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ, 3 വയസ്സ് എന്ന് പറയുമ്പോൾ താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു പ്രായം ആ കുട്ടിക്കായിട്ടില്ല. അതും കഴിഞ്ഞ 1.5 വർഷമായിട്ട്. അപ്പൊ ഏത് പ്രായത്തിൽ ആ കുട്ടിയെ ഇയാൾ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. 1.5-2 വയസ്സിൽ എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആലോചിക്കായിരുന്നു. ഡോക്ടർ സൗമ്യ, ഒറ്റ കാര്യം അതിനിടയിലൊന്ന് ചോദിച്ചോട്ടെ. ആ കുഞ്ഞിന് അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. സൗമ്യ പറഞ്ഞത് വളരെ ശരിയാണ്. ആ അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം. കാര്യം ഈ കാര്യത്തിൽ ആക്ച്വലി ഞാനൊരു മുൻവിധിയോട് കൂടി ഒന്നിനെയും അപ്രോച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അമ്മയുടെ കാര്യം വളരെ വെയ്ഗാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, അമ്മയുടെ അമ്മ പറയുന്ന കാര്യങ്ങളിൽ നിന്ന്, ഭർത്താവ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന്, ഇപ്പൊ ശ്രീമതി ബീന ജോസും പറഞ്ഞൊരു കാര്യം, അവർക്ക് കുറച്ച് കാര്യപ്രാപ്തി കുറവുണ്ട്. നമുക്ക് ഈ കാര്യപ്രാപ്തി കുറവ് എന്താണ്? അവര് ഇന്റലക്ച്വലി കുറച്ച് താഴെ, അതായത് ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പക്വത, നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ സ്ത്രീകളെ, കുറച്ച് ഇന്റലക്ച്വലി താഴെ നിൽക്കുന്ന സ്ത്രീകളെ നമ്മൾ പലപ്പോഴും കാര്യപ്രാപ്തി കുറവ്, സാമർത്ഥ്യക്കുറവ് എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ശരിക്കും അവരുടെ IQ നോർമൽ ആയിട്ടുള്ള അവരുടെ പ്രായത്തിനനുസരിച്ച് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയില്ല. അവരുടെ മാനസികാരോഗ്യത്തിനെ പറ്റി നമുക്കറിയില്ല. അപ്പോ ഈ അമ്മയ്ക്ക് ഇത് മനസ്സിലാക്കി, നമുക്കറിയുമോ, ഞാൻ ഏതോ ഒരു ന്യൂസിൽ ഞാൻ വായിച്ചു, അമ്മ പോലീസിന് കൊടുത്ത ഒരു മൊഴി ഞാൻ അവളെ രക്ഷിച്ചു എന്നാണ്. എനിക്ക് സത്യമാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോ ഈ അമ്മയ്ക്ക് അത് അറിയാമായിരുന്നോ? അറിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു റെസ്പോൺസ് ആയിരുന്നോ ഇതൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു തരത്തിലും അതിനെ മുൻവിധിയോടുകൂടി കാണാൻ അല്ലല്ല ഡോക്ടർ സൗമ്യ സരൻ, ഇത് മുൻവിധിയുടെ ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ഈ സ്ത്രീകളെ കുറിച്ച് പൊതുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ നേരെ വരുന്ന തെറ്റായ നോട്ടത്തെ പോലും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത്രത്തോളം ഒരു വളരെ അറ്റൻറ്റീവായിട്ട് നിൽക്കാനും കഴിയുന്ന പ്രകൃതി തന്നെ നൽകിയ ഒരു കഴിവ് അവർക്കുണ്ട് എന്ന് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും സ്വന്തം മക്കളുടെ പരിരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സ്ത്രീയുടെ ബുദ്ധിയും ബോധവും പ്രവർത്തിക്കുക. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ ബോഡി ലാംഗ്വേജിൻ്റെ ഒക്കെ പല തിയറീസ് പഠിക്കുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സവിശേഷതയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ 31 വയസ്സുള്ള ഈ സ്ത്രീക്കും 25 വയസ്സിൻ്റെ പക്വതയേ ഉള്ളൂ എന്ന് പറയുമ്പോഴും സ്വന്തം മകൾ സ്വന്തം ഭർത്താവിൻ്റെ സഹോദരനാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, അതും കഴിഞ്ഞ് 1 വർഷമായി അത് നടക്കുന്നുണ്ടെങ്കിൽ അത് അവർ അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത്, അത് അങ്ങനെ കരുതുന്നത് അത്ര നിഷ്കളങ്കമായി നമുക്കത് കരുതാൻ പറ്റും? അറിഞ്ഞിട്ടില്ല എന്നല്ല ഗോപി പറഞ്ഞത്, അറിയാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോ ഇപ്പൊ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവര് എന്തിനോടാണ് അവർക്ക് ദേഷ്യം ഉണ്ടായിരുന്നത്? നമ്മൾ കേട്ടത് എന്താണ്? ഭർത്താവിന്റെ വീട്ടിലാണ് ഈ കുട്ടി കൂടുതൽ സമയം ചെലവഴിച്ചത് എന്ന് പറയുന്നു. ഭർത്താവിന്റെ അനിയന്റെ കൂടെയാണ് ഈ കുട്ടി ഉറങ്ങിയിരുന്നത് എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഇതൊക്കെ വളരെ അബ്നോർമൽ ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. ഇനി എത്രയാണെങ്കിലും നമ്മൾ പെൺമക്കളെ അങ്ങനെ രാത്രി വേറെ ഒരു അങ്ങനെ കിടത്താറില്ല. നോർമലി നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. ഇനിയിപ്പോ അത് സംശയം കൊണ്ടാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഇവര് ആ കുട്ടിയോട് കാണിച്ചിരുന്ന നമ്മൾ ഈ സോ കോൾഡ് ലാളന, അതിൽ ആ അമ്മ ഇറിറ്റേറ്റഡ് ആയിരുന്നു. ആ അമ്മ ഹാപ്പി ആയിരുന്നില്ല. സാധാരണ ഒരു അമ്മയാണെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ കുടുംബം കുട്ടിയെ അത്ര കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മളൊക്കെ അത് ആഗ്രഹിക്കുന്ന മനുഷ്യരല്ലേ? അപ്പോ ഈ സ്നേഹം കാണുമ്പോൾ ആ അമ്മയ്ക്ക് അതിൽ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ അമ്മയ്ക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കണം. ആ അമ്മയ്ക്ക് ഇതിനെപ്പറ്റി ആ അമ്മ ഇൻഫോംഡ് ആയിരുന്നിരിക്കണം എന്ന് തന്നെയാണ്. എത്രത്തോളം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ
നമ്മുടെ ഒരു നോർമൽ ലോജിക് വെച്ച് ചിന്തിക്കുമ്പോൾ ആ അമ്മ ഇതിനെപ്പറ്റി ബോധവതി ആയിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കുട്ടി അത് അമ്മയോട് പറഞ്ഞിരുന്നു എന്നുള്ളത് വളരെ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഷീസ് ടു യങ്. കാരണം ഈ 3 വയസ്സിലും 4 വയസ്സിലും ഇപ്പൊ ഇവരെല്ലാരും പറയുന്നുണ്ട് ആ കുഞ്ഞ് വളരെ സന്തോഷവതിയായിരുന്നു, ആ കുഞ്ഞ് വളരെ സ്മാർട്ട് ആയിരുന്നു. അപ്പോ ആ കുഞ്ഞ് ഇതൊരു ലൈംഗികമായിട്ടുള്ള ദുരുപയോഗമാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമോ അല്ലെങ്കിൽ അതിനുള്ള വിവരമോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക ഗോപി? നമ്മൾ ഇപ്പോഴും ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴും നെറ്റി ചുളിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം വികാരാധീനനാവുന്ന ആളുകളും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ നെറ്റി പിന്നെയും ചുളിയും. നമുക്കറിയുന്ന കാര്യമല്ലേ, സെക്സ് എഡ്യൂക്കേഷനെ പറ്റി സംസാരിച്ച വനിത എന്താ പറയാ അവരുടെ താഴെയൊക്കെ പോയിട്ട് എത്രത്തോളം അശ്ലീലം പറഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടെ എന്നുള്ളത്. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക് എത്രത്തോളം കിട്ടുന്നു? ഇപ്പോഴും 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്താ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ ചിന്തിക്കും. അതങ്ങനെയല്ല. 2 വയസ്സ് മുതൽ 2.5 വയസ്സ് മുതൽ 3 വയസ്സ് മുതലൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവും ഈ ചെയ്യുന്നതിൽ എന്തോ പന്തികേടുണ്ട്. ആ കുട്ടിക്ക് വിശ്വാസമുള്ള ആളുകളോട് പറയും. പക്ഷെ ഈ കുഞ്ഞിന് ഞാൻ ആ കുട്ടിയുടെ ഒരു ടോട്ടൽ ബിഹേവിയർ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. കാരണം അങ്ങനെ മനസ്സിലായ കുട്ടികൾ അത്രത്തോളം ഹാപ്പിയായി സ്മാർട്ടായി നടക്കില്ല. കാര്യം അവർ ഉൾവലിഞ്ഞു പോകും, അവര് പല കാര്യങ്ങളിലും വിമുഖത കാണിക്കും. അപ്പൊ അത് കുട്ടിയുടെ സ്വഭാവത്തിൽ പലപ്പോഴും നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ, കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നപ്പോ നമ്മൾ സംശയിച്ചിട്ടാണ് കൗൺസിലിങ്ങിന് കൊണ്ടപ്പോഴാണ് കുട്ടി തുറന്നു പറഞ്ഞത് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ. പക്ഷെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് ആ കുഞ്ഞിനത് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ആ കുഞ്ഞത് ആരുടെങ്കിലും പറയാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ എല്ലാവരും വിശ്വസിച്ച പോലെ ലാളനയായിട്ടും സ്നേഹമായിട്ടും അതിന്റെ പല മാനിഫെസ്റ്റേഷനായിട്ടും ആ കുട്ടി ചിലപ്പോ നമ്മളൊരു കുഞ്ഞിനൊരു ഉമ്മ കൊടുക്കുന്നത് സ്നേഹം കൊണ്ടാണ് അല്ലേ. പക്ഷെ ആ കുഞ്ഞിന് മനസ്സിലാവണ്ടേ അത് എന്ത് വികാരം ഉള്ളിൽ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. ലാളനയാണോ വാത്സല്യമാണോ അല്ലെങ്കിൽ വേറെ മോശപ്പെട്ടൊരു വികാരമാണോ എന്ന് ആ കുഞ്ഞിന് മനസ്സിലാവാനുള്ള പ്രായം ആ കുഞ്ഞിനായിട്ടില്ല. ആ കുഞ്ഞത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, ഞാൻ അഡ്വക്കേറ്റ് ജെ സന്ധ്യയിലേക്ക് വരാം. സന്ധ്യ മാം, ഒരു നിയമ വിദഗ്ധ എന്ന നിലയിലും ബാലാവകാശ കമ്മീഷൻ അംഗം എന്ന നിലയിലുമാണ് എനിക്ക് താങ്കളിൽ നിന്ന് ചില വിവരങ്ങൾ അറിയാനുള്ളത്. എനിക്കൊരു ഇടവേള വളരെ പെട്ടെന്ന് പോകണം, പക്ഷേ എനിക്ക് ഒരു കാര്യം ഞാൻ താങ്കളിൽ നിന്ന് അറിഞ്ഞ ശേഷമേ ഞാൻ അതിലേക്ക് പോകുന്നുള്ളൂ. ഇതിലിപ്പോൾ ഈ അമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പോക്സോ കേസിൽ അമ്മയും കൂട്ടുപ്രതിയാകേണ്ടതല്ലേ? ഞാൻ ഈ കണക്കുകൾ നോക്കുമ്പോൾ 2025 ജനുവരി മുതലുള്ള കണക്കുകൾ നോക്കുമ്പോൾ 6 കേസുകളിലാണ് കുട്ടികൾ ഇതുപോലെ ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ഈ കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ആദ്യമേ പറയട്ടെ, നമ്മൾ ഈ സംഭവം അറിയുമ്പോൾ എല്ലാവരും പറയുന്നതാണ് ഇതിങ്ങനെ സംഭവിക്കുമോ. നമുക്ക് ഗവേഷണം പറഞ്ഞു തുടങ്ങിയത് തന്നെ വളരെ ഹൃദയവേദനയോടെയാണ്, നെഞ്ച് കീറുന്ന വേദനയോടെയാണെന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ എത്ര വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് വിവരിച്ചാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെയും തുടരുന്നു എന്നുള്ളത് നമുക്ക് പുതിയ നിഘണ്ടു വല്ലതും കണ്ടുപിടിക്കേണ്ടി വരും തോന്നുന്നു, പുതിയ വാക്കുകൾ വല്ലതും വേണ്ടി വരും. അത്രമാത്രം പരിതാപകരമായ ഒരു അവസ്ഥ, പരിതാപകരമായ ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഇപ്പോൾ അമ്മ അറിഞ്ഞിട്ട് അമ്മ ഇത് പോലീസിനോട് റിപ്പോർട്ട് ചെയ്യാതിരുന്നെങ്കിൽ തീർച്ചയായും അമ്മയും ഇതിനകത്ത് കൂട്ടുപ്രതിയാകും. അമ്മയ്ക്കെതിരെ നിയമം പറയുന്നത് ഒരാൾ ഇത്തരം വയലൻസിനെ കുറിച്ച് അറിഞ്ഞ് പോലീസിനോട് അത് അറിയിക്കാതിരുന്നാൽ അത് 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകരമായിട്ടാണ് പറയുന്നത്, അറിഞ്ഞിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യാതിരുന്നാൽ. അതിനോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചാൽ അതിന് വേറെയാണ് ശിക്ഷ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ലൈംഗിക അതിക്രമത്തിനെ കുറിച്ച് അമ്മ അറിഞ്ഞിട്ടും അവരത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, മേൽ നടപടികൾ സ്വീകരിക്കുക ചെയ്തിരുന്നാൽ തീർച്ചയായും അമ്മയ്ക്കെതിരെ അത് ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യം ആയിട്ട് തന്നെയാണ് പോക്സോ ആക്ട് കാണുന്നത്. പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു കൺഫ്യൂഷനുണ്ട്. ഇപ്പം വാർഡ് മെമ്പർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ അവർക്കൊരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളാണ്. ഡോക്ടർ സൗമ്യ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾവേസ് നോട്ട് മെൻ്റൽ ഇൽനെസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അതിനൊരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ അവർക്ക് കഴിയാതെ വന്നതാണോ എന്നുള്ളതും കൂടെയൊക്കെ ഒന്ന് അവരുടെ ശരിക്കും ഒരു മെഡിക്കൽ ഇവാലുവേഷൻ ഇക്കാര്യത്തിൽ അവരുടെ അതിൻ്റെമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ശരി മാം, ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീമതി ബീന ജോസ്, നേരത്തെ പറഞ്ഞല്ലോ 1-2 തവണ ഇവർ തമ്മിലുണ്ടായിരുന്ന കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. പലപ്പോഴും ഇവർ വളരെ അവരുടെ പ്രായത്തിനൊത്തൊരു പക്വത അവർ കാണിച്ചിരുന്നില്ല. ഡോക്ടറും പറഞ്ഞത് അങ്ങനെ ഒരു പക്വതക്കുറവ് മാത്രമാണ് അവരുടെ ഒരു പ്രശ്നമെന്നാണ്. പല കാര്യങ്ങളിൽ അവർ തട്ടിക്കയറുന്ന രീതിയിൽ പെരുമാറിയിരുന്നു എന്നൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ അച്ഛൻ കൊടുക്കാത്ത സ്നേഹമാണോ അച്ഛൻ്റെ സഹോദരങ്ങൾ ഈ കുഞ്ഞിന് കൊടുത്തിരുന്നത്? യഥാർത്ഥത്തിൽ അച്ഛൻ ഈ കുടുംബത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, ഭാര്യയെ വേണ്ട രീതിയിൽ നോക്കിയില്ല എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം ആ കുടുംബത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അയൽവാസികളായ ചില ആളുകൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കുട്ടികൾ പലപ്പോഴും
വളരെ അപൂർവമായി വീട്ടിൽ നിൽക്കുകയും ബാക്കി സമയം അയൽ വീടുകളിലൊക്കെ പോയി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ചോദിച്ചത് മാനസികമായി കുട്ടികൾക്ക് സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു ജീവിതാന്തരീക്ഷമായിരുന്നു അവരുടേത്? ഈ വീടുകൾ തമ്മിൽ തൊട്ടടുത്തുള്ള വീടുകളാണ്. ഒരു മീറ്റർ പോലും വ്യത്യാസമില്ലാണ്ട് തറവാടെന്ന് പറയാൻ പറ്റില്ല, വീടെന്ന് പറയാൻ പറ്റില്ല, ഒറ്റ വീട് പോലെ കൂട്ടുകുടുംബത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടെന്ന് മാത്രമുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ കുട്ടി ഫുൾ ടൈം സ്വന്തം വീട്ടിൽ നിൽക്കണില്ല, എപ്പോഴും ഈ അമ്മയും കൊച്ചച്ചന്മാരുള്ള വീട്ടിലേക്കാണ് നിൽക്കുന്നത്. അവിടെയാണ് എപ്പോഴും കളിയും കിടക്കാൻ ഉറങ്ങാൻ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കുട്ടിയുടെ അമ്മയ്ക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന. അപ്പോൾ കുട്ടിയുടെ അമ്മയോട് ഞാൻ പറയാറുണ്ട്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്നേഹിക്കട്ടെ, നല്ലതല്ലേ, നമ്മൾ കുട്ടികളെ സ്നേഹിക്കുകയും അതുങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലതല്ലേ എന്ന് ചോദിക്കും. പക്ഷേ അവൾ പറയണത് എൻ്റെ ഇടയ്ക്കായിട്ട് കുട്ടികൾ വന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ മൂത്ത കുട്ടിക്കാണെങ്കിൽ എപ്പോഴും ഇവളെ പേടിയാണെന്നാണ് പറയാറുള്ളത്. എന്തിനാണ് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ? അന്ന് പ്രശ്നം ഉണ്ടായി 10 ദിവസം വീട്ടിൽ പോയി നിന്നപ്പോൾ തിരിച്ചു വന്നപ്പോഴും കുട്ടി പറയണത് എന്തിനാ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? കുട്ടികൾക്ക് പേടിയാണ്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു പേടിയാണ്. പിന്നെ ഇത് പറഞ്ഞതുപോലെ മറ്റേ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായിരുന്നത് അമ്മയ്ക്ക് അറിയോ എന്നുള്ളത് ഇന്ന് വരെ ഞങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല. നമുക്കൊരു അങ്ങനത്തെ ഒരു അന്തരീക്ഷം കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. പിന്നെ കുട്ടി അയൽവക്കത്തുള്ള അവരുടെ റിലേറ്റീവ്സാണ് തൊട്ടടുത്തുള്ളത് മുഴുവൻ. അവിടെയെല്ലാം അവൾക്കുടെ പ്രായമുള്ള കുട്ടികളുണ്ട്, അവളെക്കാളും കുറച്ചുകൂടെ വലിയ കുട്ടികളുണ്ട്, ഒത്തിരി കുട്ടികൾ ആ ഏരിയയിൽ തന്നെയുണ്ട്. അപ്പോൾ ആ വീടുകളിലെല്ലാം ഇങ്ങനെ കളിക്കാനും എല്ലാവരോടും നല്ല അടുപ്പത്തിൽ നടന്ന അന്നത്തെ ആ മരണ വീട്ടിൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, കുറേ കുട്ടികൾ ഒരു 8 വയസ്സ് 9 വയസ്സ് മുതലുള്ള താഴേക്കുള്ള കുട്ടികൾ മൊത്തം അവിടെ നിന്ന് ഭയങ്കരമായ കരച്ചിലാണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ഒരു കൂട്ടായിരുന്നു, ഒരു ഒറ്റക്കെട്ടായിട്ടാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. അതുപോലത്തെ അവസ്ഥയായിരുന്നു അവിടെ വന്നത്. അതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം ഈ കുട്ടി പോയത് വല്ലാത്തൊരു തീരെ നഷ്ടമായിട്ടാണ് നോക്കണം. പക്ഷേ ഇടയ്ക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ നാട്ടുകാരുടെ ഇടയിലും ഒരു ജനപ്രതിനിധി എന്നുള്ള ഇതിൽ എനിക്കും ഇതുവരെയും ഒരു സംശയത്തിനിട വരുത്തിയിട്ടില്ല. അതായത് ഈ അച്ഛൻ്റെ വീട്ടുകാരുമായി ഈ സ്ത്രീക്ക് വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല അല്ലേ? കുട്ടികൾ അങ്ങോട്ട് ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ അവർക്ക് വലിയൊരു അടുപ്പം ആ വീട്ടുകാരുമായിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അല്ല, ഇപ്പം ഈ 2 മാസത്തോളമായിട്ട് അവൾ യാതൊരു കുഴപ്പമില്ല, ആ വീട്ടിൽ പോകും, അവിടെ ഇരിക്കും. ഞാനപ്പോൾ അവളോട് പറയാറുണ്ട്, അവിടെ ഒരു കാര്യം ചെയ്യും, കൊച്ചുങ്ങൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ നീ ഇവിടെ വന്നിട്ട് ഇവിടെ ഇടയ്ക്കലിരിക്കും, കൊച്ചുങ്ങളുടെ ഇടയ്ക്കലിരിക്കും, സന്ധ്യ ആകുമ്പോൾ അങ്ങോട്ട് പോയാൽ മതിയല്ലോ, അപ്പം അങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. അപ്പോൾ അവളുടെ വീടെന്നുള്ള ഒരു കൺസെപ്റ്റിൽ ആ വീട്ടിലിരിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരിക്കണു. പിന്നെ അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുട്ടികൾ ഇങ്ങോട്ടേക്ക് പോകാൻ വന്നിട്ട് ഇപ്പം ഈ വിഷയങ്ങൾ കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഇവരുടെ അമ്മയുടെ അമ്മയോട് ഞാൻ പറഞ്ഞു, ആ കുട്ടികളെ നിങ്ങൾ അങ്ങോട്ട് തന്നെ കൊടുക്ക്, അവൾക്ക് തന്നെ കൊടുക്ക്. അപ്പം അവൾക്ക് ആ കൊച്ചി ഇപ്പം അതുകൊണ്ട് അങ്ങനെ വന്നതുകൊണ്ട് ആ കൊച്ചുങ്ങളോട് അവൾക്ക് കൂടുതൽ സ്നേഹം തോന്നി. കുട്ടികൾക്ക് യാതൊരു കുഴപ്പമില്ല. ഈ 2 മാസത്തോളം നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബം. അതാണ് ഞാൻ വീണ്ടും പറയണത്, നമുക്കൊരു വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം. ആ അച്ഛൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ അനിയന്മാരിൽ നിന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഏറ്റവും ആക്കപ്പെട്ട ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അനിയന്മാരിൽ നിന്നല്ല, അതിൽ ഒരാളിൽ നിന്ന് എന്നാണ് കേട്ടോ. അതിൽ ഈ 2 സഹോദരങ്ങളാണല്ലോ അല്ലേ? അതിൽ ഒരാളിൽ നിന്ന്. ശരി ശരി, ശ്രീമതി ബീന, ഈ അബദ്ധത്തിൽ പറഞ്ഞു കുഴപ്പമില്ല അല്ലെ, ഞാൻ പറയുന്നത് നമ്മൾ അതിൽ ഇല്ലാത്ത ഒരാളെ നമ്മൾ പ്രതി ചേർക്കാൻ പാടില്ലല്ലോ. പിന്നെ ശ്രീമതി ബീന, ഒരു കാര്യം കൂടി, അതായത് ഈ കഴിഞ്ഞ 2 മാസമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഭർത്താവ് ഇവിടെ ഉണ്ടോ, അതോ അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നോ ഈ ദിവസങ്ങളിൽ? അതായത് സാധാരണ കുടുംബ പ്രശ്നങ്ങളായിരുന്നല്ലോ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ഒരു 1.5 മാസമായിട്ട് അവിടെ പണിയുടെ ഭാഗമായിട്ട്, ഇവിടെ നാട്ടിൽ പണി കുറവായതുകൊണ്ട് പണിയുടെ ഭാഗമായിട്ട് അവൻ തിരുവനന്തപുരത്ത് പോകുമായിരുന്നു. അപ്പം അവിടെ ഇവൻ കൂട്ടുകിടക്കാൻ ചെല്ലുമായിരുന്നു എന്ന് പറയണു. അത് കഴിഞ്ഞ് പിന്നെ അമ്മ ഇവന് മാറിയാണ്. അമ്മ അവിടെ ഇല്ലാത്തപ്പോൾ ഇവക്കടെ ഇടയ്ക്കൽ കൊച്ചുങ്ങളെ തന്നെ കിടത്താൻ പറ്റില്ലാത്തത് കൊണ്ട് അവനവിടെ കൂട്ടുകിടക്കാൻ പോകുമായിരുന്നു എന്ന് ഇന്നലെയാണ് ഞാൻ ഈ വിവരങ്ങൾ അറിയണത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കിടക്കാൻ പോകുമായിരുന്നു എന്ന് അറിയണത്. ഇപ്പം ഈ അനിയൻ തൊട്ടപ്പുറത്ത് കാശിയുടെ കൂടെ ആ കുട്ടിയുടെ ചേട്ടൻ്റെ കൂടെ കൂട്ടുകിടക്കാനായിട്ട് ചെല്ലുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവർ ഒറ്റയ്ക്ക് കിടത്താനായിട്ടുള്ളൊരു പേടി കൊണ്ട്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇങ്ങനെ ഒരു ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ വന്നായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഇന്നലെയാണ് ഞാനിത് അറിഞ്ഞേക്കണത്. ഇതിനു മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു. ശരി, ശ്രീ കെ എം ആന്റണി സാർ, ഇതിനകത്ത് ഇനി
നമുക്കറിയാനുള്ള കാര്യങ്ങൾ, ഒന്ന്, ഈ കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. ഇനി ഈ കൊലപാതകത്തിന് ഒരു കാരണമായി ഈ പീഡന വിവരം ഈ അമ്മ അറിഞ്ഞ ശേഷമാണോ ഈ കുട്ടിയെ, കാരണം ഇപ്പം നേരത്തെ ഡോക്ടർ സൗമ്യ സരിൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്നവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടു, ഈ തിരച്ചിൽ നടക്കുന്ന സമയത്ത് ഭർത്താവിനെ കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നില്ലേ, ഇനി എന്നെയും കൊല്ലാനാണോ വന്നത് എന്ന് അമ്മ ചോദിച്ചു എന്നുള്ളൊരു വിവരം. അത് നമുക്കങ്ങനെ സ്ഥിരീകരിച്ച വിവരമൊന്നുമല്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു പരസ്പര വിരുദ്ധമായ ഒരു പെരുമാറ്റ രീതി ഉണ്ടല്ലോ ഈ സ്ത്രീയുടെ ഭാഗത്തല്ലേ? തീർച്ചയായിട്ടും അവരുടെ പെരുമാറ്റത്തിലുള്ള ഈ പറഞ്ഞ വൈരുദ്ധ്യം സാധാരണ നിലയ്ക്കൊരു ഭാര്യ എന്നുള്ള നിലയ്ക്കോ ഒരു അമ്മ എന്നുള്ള നിലയ്ക്കോ അവർ നല്ല രീതിയിലോ അല്ലെങ്കിൽ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അത് സ്വാഭാവികമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഭർത്താവിൻ്റെ വീട്ടിൽ ഉള്ള കുടുംബാന്തരീക്ഷം അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം ശ്രീമതി ബീന പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു അവിടെ സമാധാനപരമായിട്ടും സന്തോഷമായിട്ടുമായി പോകുന്നത് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പുറമേയുള്ള കാഴ്ചയായിരിക്കാം. എന്തുകൊണ്ടാണ് ഈ ഈ കുട്ടിയുടെ അമ്മ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കാത്തത് എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഭർത്താവാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി. കാരണം അയാളുടെ വ്യക്തമായിട്ടുള്ള ഒരു മൊഴിയോ അഭിപ്രായമോ ഒന്നും ഇതിൽ കേൾക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അയാൾ എന്താണ് ഇതിനകത്തെ ഈ വിഷയം. പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് പ്രാഥമികമായിട്ട് കുട്ടികളെ സംരക്ഷിക്കേണ്ട അച്ഛനും അമ്മയും അതിന് തയ്യാറാവാത്തത് കൊണ്ടാണ് ഈ രണ്ട് കുട്ടികളും ഈ രീതിയിലേക്ക് അവരെ മറ്റുള്ളവർ പറയുന്ന അവരുടെ പ്രേരണ കൊണ്ടോ അവർ വാങ്ങിച്ചു കൊടുക്കുന്ന ചോക്ലേറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അവരൊരു ദുഷ്ടലാക്കോടുകൂടി കുട്ടികളെ വശീകരിക്കുന്നതുമൊക്കെ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ സാഹചര്യം മൊത്തം വിലയിരുത്തി മുന്നോട്ട് അതിൻ്റെ അന്വേഷണം കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തന്നെയല്ല, പീഡനത്തിന് വിധേയമായി എന്ന് കരുതി ആ കുട്ടിയെ കൊന്നുകളയല്ലല്ലോ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അവരിപ്പം മാനസികമായിട്ട് അത്ര വളർച്ചയില്ല, 28 വയസ്സിൻ്റെ വളർച്ചയുണ്ട് അല്ലെങ്കിൽ അതിനുള്ള പക്വതയുണ്ട് എന്നുള്ളതാണ് ഇപ്പം കൗൺസിലിംഗ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അത് ശരി തന്നെ, 28 വയസ്സെന്ന് പറയുന്ന ഒരു ചെറിയ പക്വതയല്ലല്ലോ. ഒരു 28 വയസ്സുള്ള ഒരാളുടെ എന്ന് പറയുമ്പോൾ അത്ര മോശമല്ല. അതിനർത്ഥം അവർ പെട്ടെന്ന് ചൂടാവുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള ഡിസോർഡർ ഉണ്ടായിരിക്കാം അവർക്ക്. പക്ഷെ അതൊന്നും ഈ ഒരു കൊലപാതകത്തിനുള്ള കാരണങ്ങളായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. നമുക്കിപ്പം അതിലേക്ക് കടക്കുമ്പം ഇത് എന്തുകൊണ്ട് കൊന്നു, നമ്മളിപ്പോൾ മറ്റ് ചില സാഹചര്യങ്ങളിൽ ചില സംഭവങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും ആ ട്രെയിനിന് മുമ്പിൽ ചാടുന്നു അല്ലെങ്കിൽ പുഴയിൽ ചാടുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളത്. അങ്ങനെയാണ് എങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർ ഈ കുട്ടിയെ കൊന്നുകളയുകയാണ്, പുഴയിൽ എറിഞ്ഞ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു വിഷയം. അപ്പോൾ അത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ അതിനെ ഒരു പ്രത്യേക കാര്യമായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം ആ കുട്ടി മരിക്കണം, പക്ഷേ എനിക്ക് ജീവിക്കണം. ഭർത്താവിനെ കണ്ടപ്പോൾ നിങ്ങൾ എന്നെയും അല്ലെങ്കിൽ കൊല്ലാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നു. അതെന്താണ് എന്നുള്ളതിലേക്ക് നമ്മൾ കടന്നു ചെന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ പോവുകയുള്ളൂ. പിന്നെ മാത്രമല്ല, ഇവരും ആദ്യം മുതലേ മൗനമാണ് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ചോദിച്ചാൽ പറയാൻ പറ്റാത്തതോ അല്ലെ ചോദിച്ചാൽ മനസ്സിലാകാത്തതോ ആയ ഒരു ബുദ്ധിക്കുറവുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഈ 2 മാസം ഹാപ്പിയായിട്ട് അവരവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർ ഹാപ്പി ആവാൻ ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളതും മനസ്സിലാകണം. ഏത് സാഹചര്യമാണ് അല്ലെങ്കിൽ ആ ഒരു 2 മാസത്തിൻ്റെ സാഹചര്യങ്ങളിലുണ്ടായ വ്യത്യസ്തത എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവരെ സന്തോഷവതിയാക്കാനായിട്ട് അത് ഉതകിയത് അല്ലെങ്കിൽ സന്തോഷവതിയാക്കാനാക്കിയത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് സമഗ്രമായ ഒരു അന്വേഷണം, പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ കേസിൻ്റെയോ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോവുകയുള്ളൂ. നമുക്കറിയാം ഈ ബ്രോക്കൺ ഫാമിലികൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ കുഞ്ഞുങ്ങളാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ വാശിയുടെ പേരിൽ പരസ്പരം കുടുംബജീവിതം തന്നെ അല്ലെങ്കിൽ ദാമ്പത്യം തന്നെ തകർക്കുന്നു. ഇരുവശത്തും 2 കൂട്ടരുടെയും ആ ബന്ധുക്കളിൽ നിന്ന് വടംവലി പോലെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ കുഞ്ഞിൻ്റെ മരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിയമത്തിൻ്റെ രീതിയിൽ ഇത് കൃത്യമായി അന്വേഷിച്ചാൽ മാക്സിമം ശിക്ഷ അയാൾക്ക് കിട്ടണമെന്നുള്ളത് തന്നെയാണ്. തെളിവുകൾ ശേഖരിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം പല സാക്ഷിമൊഴികളുണ്ടാവാം. പിന്നെ ഡോക്ടറുടെ തെളിവ് തന്നെ ഒരു വളരെയധികം പ്രാധാന്യമുള്ള തെളിവാണ്.
പിന്നെ അമ്മ തന്നെ ഇപ്പോൾ സാക്ഷിമൊഴിയായിട്ട് വരികയാണെങ്കിൽ അമ്മയ്ക്ക് ഈ വിവരം അറിയാമെങ്കിൽ അത്, അതുപോലെ തന്നെ അമ്മ മറ്റാരോടെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, മാത്രമല്ല കുട്ടി ഇതാരോടെങ്കിലും പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ സൂചന വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഡോക്ടർ സൗമ്യ പറഞ്ഞത് കുട്ടിക്കത് മനസ്സിലാക്കാനോ പറയാനോ ഉള്ള പ്രായമില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പക്വതയായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനോട് ചെറുതായി ചോദിച്ചാൽ, ഇക്കാര്യത്തിൽ സംശയം തോന്നിയ ആരെങ്കിലും ചെറിയ രീതിയിൽ സൗമ്യമായി ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അതിനെ ആ രീതിയിൽ കുട്ടിയുടെ ഭാഷയിൽ അത് പറയുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്താണെങ്കിലും ഇതൊരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാത്രമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിനും അപ്പുറത്തുള്ള ഒരു ആന്റണി സാർ, എന്നെ അതിലും എനിക്ക് അത്ഭുതമായി തോന്നുന്നത് അമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ കരുതേണ്ടി വരുമ്പോഴാണ്. എന്തുകൊണ്ടോ ഇതിൽ ഒരു ഘട്ടത്തിലും എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച്, ഈ കുട്ടി ഒരു വർഷമായി പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് അമ്മ അറിയാതിരുന്നു എന്ന് എന്തുകൊണ്ടോ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അറിയില്ല, ഈ ഡോക്ടർ സൗമ്യ സെരിൻ പറഞ്ഞതുപോലെ നമുക്ക് മുൻവിധിയോടുകൂടി ഇതുപോലെ ഒരു കേസിൽ നമുക്ക് സമീപിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട്. ഡോക്ടർ സൗമ്യ സെരിൻ, ഈ കേരളത്തിലെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ശൈഥില്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ച, അതിൽ ഗവേഷണം നടത്തിയ ഒരാൾ ഒരു സന്ദർഭത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേരളത്തിൽ പല കുടുംബങ്ങളും നിലനിന്ന് പോകുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്താണ് എന്നാണ്. അതായത് ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയാത്ത ഭാര്യ ഭർത്താക്കന്മാർ പോലും ഒരുമിച്ച് നിൽക്കുന്നത് അവരുടെ കുട്ടികളുടെ ഭാവിയെ ഓർത്താണ് എന്ന് ഒരു ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നം ഒരു കുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് മാറിയതാണ് നമ്മൾ കണ്ടത്. ഈ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ട് തലേന്നാൽ ഒരു ബലാത്സംഗത്തിന് ആ കുട്ടി വിധേയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ വിവരങ്ങൾ ആ അമ്മ അറിയാനിടയായിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ സമ്മർദ്ദത്തിനോടുള്ള അതിൽ നിന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തിനോടുള്ള സ്വാഭാവികമായ ഒരു പ്രതികരണമാണോ ഈ കുട്ടിയെ കൊല്ലുക എന്നുള്ളത്? എന്തുകൊണ്ട് അവർ ഒരുമിച്ച് വെള്ളത്തിൽ ചാടുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ല? ഈ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് ഏത് തരത്തിലുള്ള ജീവിതത്തെക്കുറിച്ചായിരിക്കും അപ്പോൾ ആ സ്ത്രീ മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങളില്ലേ അൺആൻസേർഡ് ആയിട്ട്? ശരിയാണ് ബോബി, ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു കേസിൽ അൺആൻസേർഡ് ആണ്. കാരണം നമുക്ക് അതിനെപ്പറ്റി നമ്മൾ അവയർനെസ് ഇല്ല നമുക്ക് എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇതിന്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ വേഗമായി നിൽക്കുന്നത് അമ്മയുടെ മാനസിക നില തന്നെയാണ്. കാരണം നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് ഐഡിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ പറ്റിയാണ്. ഇപ്പോ ഞാനോ അല്ലെങ്കിൽ ശ്രീമതി ബീന ജോസോ, ഞങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ നോർമൽ ആണ് എന്നുള്ളൊരു ചിന്തയിലാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ ആണെങ്കിൽ എങ്ങനെ നമ്മൾ അതിനോട് പ്രതികരിക്കും എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പ്രതികരിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യമായിരുന്നു ആ അമ്മയ്ക്ക് അവിടെ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതിൽ പല കാര്യങ്ങളുണ്ട്. കുടുംബ പശ്ചാത്തലം, അവരുടെ വീട്, അതായത് അമ്മയുടെ വീട്, അച്ഛന്റെ വീട്, അവരുടെ കുടുംബ പശ്ചാത്തലം, പിന്നെ അവരുടെ മാനസിക നില, ഇതെല്ലാം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൂടുതൽ ഇവാലുവേഷൻ വേണ്ടതാണ്, കൂടുതൽ എവിഡൻസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടതാണ്. പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ഇപ്പോ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കണക്കുകൾ പറയുന്നത് 60%, നമ്മൾ 100 കേസുകൾ കുട്ടികളെ ചൈൽഡ് അബ്യൂസ് എടുക്കുകയാണെങ്കിൽ അതിൽ 60% കേസുകളും ചെയ്യുന്നത് അപരിചിതരല്ല, അവർക്ക് ഏറ്റവും നന്നായി അറിയുന്ന, അവരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന അവരുടെ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ പരിചയക്കാരുമാണ് 60% കേസുകൾ. ഈ 60% കേസുകളിലും 90% കേസുകളും അൺറിപ്പോർട്ടഡ് ആണ്. അതായത് 90% ചൈൽഡ് അബ്യൂസ് കേസുകൾ നമ്മൾ ഈ കാണുന്നത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ ഗോപി, ഞാനൊക്കെ ഇപ്പൊ ആലോചിക്കായിരുന്നു, ആ കുഞ്ഞ് നിർഭാഗ്യവശാൽ മരണപ്പെട്ടു, ആ കുഞ്ഞിന്റെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തി, ഇത് ഇല്ലാത്ത എന്താ പറയാ, ആ കുഞ്ഞ് മുന്നോട്ട് ജീവിക്കുകയായിരുന്നു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എത്ര കാലത്തോളം ഈ ഒരു പീഡനം സഹിച്ച് മുന്നോട്ട് പോവേണ്ടി വരും? ഇന്നല്ലെങ്കിൽ നാളെ ആ കുഞ്ഞിനത് മനസ്സിലാവും അല്ലെ? ഇത് മനസ്സിലാവുന്ന സിറ്റുവേഷനിൽ ആ കുട്ടിക്ക് അതിനോട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ എത്രയോ പേരെ കാണാറുണ്ട് ഗോപി, പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ. കാരണം ഇങ്ങനെയുള്ള പല ചൈൽഡ് അബ്യൂസും സഹിച്ചു വന്ന് ആ കുട്ടികൾ മുന്നോട്ട് ജീവിക്കുന്ന ജീവിതം എത്രത്തോളം ഇൻസെക്യൂർ ആണ്, എത്രത്തോളം അരക്ഷിതാവസ്ഥ നിറഞ്ഞതാണ് എന്നുള്ളത് ഞങ്ങൾ കാണുന്ന ആളുകളാണ് ഞങ്ങൾ ഡോക്ടർമാര്. അപ്പോ ഒരിക്കലും ഒരു സുഖകരമായിട്ടുള്ള ജീവിതമല്ല ആ കുഞ്ഞിനെ മുന്നോട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. വലിയൊരു എന്താ പറയാ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു നരകതുല്യമായ ജീവിതമായിരുന്നു ആ കുഞ്ഞിനെ മുന്നോട്ട് കാത്തിരിക്കുന്നത്. കാരണം ഇത് കണ്ടിന്യൂ ചെയ്തു പോലെ എനിക്ക് പിന്നെയും പറയാനുള്ളത്, അവിടെ വേറെ കുട്ടികൾ ഉണ്ടെന്ന് ശ്രീമതി ബീന ജോസ് പറയുന്നുണ്ടായിരുന്നു. നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളെയും ഇത്തരത്തിൽ നോക്കണം. കാരണം ഒരിക്കലും ഇത് ഒരു കുട്ടിയിൽ മാത്രമായിട്ട്
ലിമിറ്റഡ് ആവില്ല. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്, അവിടെയുള്ള പല കുട്ടികളും ഇത്തരത്തിൽ സെക്ഷലി അബ്യൂസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിനേക്കാൾ വലിയൊരു പകർച്ചവ്യാധിയാണ് നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ, ലോകത്തിൽ മൊത്തം എടുത്തു നോക്കുമ്പോൾ. അപ്പോൾ ഇതിന് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് അപ്പുറം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞ അതേ ഇതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ആന്റണി സാർ പറഞ്ഞ പോലെ ആ കുഞ്ഞിന് മനസ്സിലായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തുകൊണ്ട് നമുക്കറിയില്ല? ആ കുഞ്ഞിന് പ്രോപ്പർ ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ അവയർനെസ്, ഈ ചെയ്യുന്നത് ശരിയല്ല എന്നെങ്കിലും മനസ്സിലാവാനുള്ള ഒരു ബോധം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു നമുക്കറിയില്ല. അത് ആരുടെ പ്രശ്നമാണ്? അത് സമൂഹം എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രശ്നം തന്നെയാണ്. ഇന്നും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പ്രായപൂർത്തിയായിട്ട് അറിയേണ്ട എന്തോ ആണ് എന്നുള്ള മിഥ്യാധാരണയിലാണ് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന അംഗൻവാടി മുതൽക്ക്, എന്റെ ഒരു അഭിപ്രായമാണ്, ഈ അംഗൻവാടി മുതൽക്ക് തന്നെ 2-3 വയസ്സുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അവരുടെ പ്രൈവറ്റ് പാർട്ടുകൾ, അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ആരെങ്കിലും അച്ഛനും അമ്മായിന്ന് പോലും ഇക്കാലത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം വീട്ടിൽ അങ്ങനെയുള്ള ആളുകൾ വരെ പീഡിപ്പിക്കുന്ന കേസുകൾ നമ്മൾ കാണുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടർമാർ പോലും ഒരു കുഞ്ഞിനെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛനെയോ അമ്മയെയോ നമുക്ക് സൈഡിൽ നിർത്തിയിട്ട് മാത്രമേ ഞങ്ങൾക്ക് എക്സാമിൻ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് അനുവാദമുള്ളൂ. ഞങ്ങൾ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു കുഞ്ഞിന്റെ പ്രൈവറ്റ് പാർട്ട് തൊടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അവരുടെ ശരീരം ഇന്ന പാർട്ടുകൾ അവരുടെ അനുവാദമില്ലാതെ, അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ തൊടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആ പാർട്ടുകൾ തൊടാൻ അവരെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, പലപ്പോഴും ഇത് കളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അതായത് ഇത് സം കൈൻഡ് ഓഫ് എ പ്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടായിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ടെംപ്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ആരാണെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുക പുറത്തുനിന്നുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അറിയാത്ത ആരെങ്കിലും എന്ന് പറയും. ഒരിക്കലും അങ്ങനെയല്ല. ആര് ചെയ്താലും അത് എക്സാമ്പിൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ ഇനിയെങ്കിലും തുടങ്ങിയിട്ടില്ലെങ്കിൽ. ഡോക്ടർ സൗമ്യ സരൺ, ഞാൻ 100% താങ്കൾ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നു. കുട്ടികൾ അവരുടെ ഏറ്റവും ആദ്യത്തെ വളർച്ചാ ഘട്ടത്തിൽ തന്നെ എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്, താങ്കൾ പറഞ്ഞതുപോലെ ആരെയും അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ എന്താണ് എന്ന് പറഞ്ഞുകൊടുത്ത് അവിടെ സ്പർശിക്കാൻ അനുവദിക്കരുതെന്ന കാര്യം ഉൾപ്പെടെ അത് കൃത്യമായി നമ്മൾ മാതാപിതാക്കൾ അറിയിക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ ബോധവൽക്കരണം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അത് ഏറ്റവും അനിവാര്യമായി, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ആ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് ഒരു മകളുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ അതൊക്കെ വളരെ കൃത്യമായി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു കാര്യം സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണ്. ആ കാര്യത്തിൽ ഞാൻ 100% ഡോക്ടർ സൗമ്യ സരൺ താങ്കളോട് യോജിക്കുന്നു. ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് ജെ സന്ധ്യ, ബാലാവകാശ കമ്മീഷന് ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ് പോക്സോ ആക്ടിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റിംഗ് അല്ല അതിൻ്റെ മോണിറ്ററിങ് നടത്തേണ്ട ഏജൻസി കമ്മീഷനാണ്. നമ്മൾ ഇപ്പോൾ 2012 ഈ നിയമം നിലവിൽ വന്നത്. ഇതുവരെയുള്ള കണക്കുകളെടുത്ത് നോക്കുമ്പോൾ കേരള പോലീസിൽ ഏകദേശം 35,000-ൽ പരം കേസുകളാണ് പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ കണക്കുകളുടെയൊക്കെ ഒരു അവലോകനമൊക്കെ കമ്മീഷൻ നടത്തേണ്ടതുണ്ട്. ഇവരുടെ വിക്ടിമിൻ്റെ പ്രൊഫൈല്, ഇവർ തമ്മിലുള്ള ബന്ധം, അക്യൂസ്ഡുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഇതിൻ്റെ ഈ ആക്ടിൻ്റെ കൃത്യമായൊരു മോണിറ്ററിംഗ് ആണ് ബാലാവകാശ കമ്മീഷൻ നടത്തേണ്ടത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇതുപോലെയുള്ള കണക്കുകൾ നമ്മൾ അനാലിസിസ് നടത്തുമ്പോഴാണ് പല വിവരങ്ങളും നമുക്ക് കിട്ടുക, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടുക. ഇപ്പോൾ ഡോക്ടർ സൗമ്യ പറഞ്ഞു 60% പരം കേസുകളിലും കുട്ടിയുടെ അടുത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് പരിചയമുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. അത് ആക്ച്വലി അത് ദേശീയ തലത്തിലെ കണക്കുകളാകും. പക്ഷേ കേരളത്തിലെ കണക്കുകളൊക്കെ കാണിക്കുന്നത് 90% അധികം കേസുകളും കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്, അല്ലെങ്കിൽ പ്രതികളായി വരുന്നത് കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടിൽ നിന്നുള്ളവരിൽ നിന്ന് തന്നെയാണ് പല ഇത്തരം അതിക്രമങ്ങൾ ഏൽക്കുന്നത്. അത് വളരെ ഒരു ഷോക്കിംഗ് സംഭവമാണ്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കുട്ടികൾ കുടുംബങ്ങളിൽ സേഫ് അല്ല. അത് ആ ഒരു വിവരം, ആ ഒരു ബോധ്യം നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മളിൽ എടുത്തെടുത്ത് പറയപ്പെടേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ കുട്ടികൾ ഒരിക്കലും ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികൾ വന്ന് ഇങ്ങോട്ട് പറയില്ല എനിക്കിങ്ങനെ ഒന്ന് സംഭവിച്ചു എന്നുള്ള കാര്യം കുട്ടികളായിട്ട് നമ്മളോട് ഒന്ന് പറയുന്നില്ല. ഇപ്പം ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കണക്കുകളുടെ ഒരു ചിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാം ഈ കൂടുതൽ കേസുകളും ഈ ചൈൽഡ് ലൈൻ വഴി അല്ലെങ്കിൽ സ്കൂളിലെ കൗൺസിലേഴ്സ്
കൗൺസിലേഴ്സ് വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളാണ്. എന്താ അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ ബിഹേവിയർ, സ്കൂളിലെ ബിഹേവിയറൊക്കെ ശ്രദ്ധിച്ചിട്ട് ടീച്ചർമാരോ മറ്റോ അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആരായുകയും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയും ഒരമ്മയോടോ അല്ലെങ്കിൽ ഒരു ടീച്ചറിനോടോ എനിക്കിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവരായിട്ട് വന്ന് പറയില്ല, അവർ വന്ന് പറയും എന്ന് കരുതി നമ്മൾ ഒരഡൽട്ടും ഇരിക്കരുത് എന്നുള്ളതാണ്. കുട്ടിയുടെ ബിഹേവിയർ, കുട്ടികളുടെ കണ്ടക്റ്റ് കൃത്യമായി ശ്രദ്ധിച്ച് നമ്മൾ അവരുടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട ഉത്തരവാദിത്വം കുട്ടിക്ക് ചുറ്റും നിൽക്കുന്ന അഡൽട്സിനാണുള്ളത്, മുതിർന്ന ആളുകൾക്കാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുതിർന്നവർക്ക് തന്നെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ വേണം. അവർ സെൻസിറ്റീവ് ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് അത്തരത്തിൽ അകപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇതിനെ സംബന്ധിച്ചൊരു ധാരണയില്ല. ഇപ്പം മുമ്പ് പറഞ്ഞ മാതിരി തന്നെ ലാളിക്കുന്നുണ്ടായിരുന്നു, വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏത് തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതൊക്കെ കുറച്ചുകൂടെ കാര്യമായി അത് ആരായേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം നമ്മൾ അങ്ങനെ വിശദം, പക്ഷേ ഇതിൽ നിന്നൊക്കെ ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഭാവിയിലും ഇത്ര കാര്യങ്ങൾ, ഇത്ര പ്രശ്നങ്ങളിൽ കുട്ടികളെ പെടാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഒരു അനാലിസിസിനുമൊക്കെ ഇത്തരം സാഹചര്യങ്ങളും വിധേയമാക്കേണ്ടത്. അപ്പോൾ കുട്ടികളെ ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ തിരിച്ചറിയാനും അവർക്ക് ഒരു കൈ കൊടുക്കാനും ഒക്കെയുള്ള ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് കുട്ടിയുടെ ചുറ്റും നിൽക്കുന്ന അഡൽട്സിന് തീർച്ചയായും വരേണ്ടതുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം എന്താ നടക്കുന്നത് കേരളത്തിൽ? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ്? കുറച്ച് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, കുറച്ച് കേസുകളിൽ കോടതികൾ ഒരു 100 വർഷം 150 വർഷം എന്നൊക്കെ പറഞ്ഞ് ശിക്ഷാവിധികൾ കൊണ്ടുവരുന്നു എന്നല്ലാതെ കൃത്യമായി മറ്റെന്ത് ഇടപെടലുകളാണ് കേരളത്തിൽ നടക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു നമ്മളുടെ സിലബസിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വേണം, അപ്പോൾ അതെല്ലാം ഈ സ്കൂൾ തലത്തിലുള്ള സിലബസുകളിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സബ്സ്റ്റാൻഷ്യൽ ഇടപെടൽ ഇക്കാര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ നിയമത്തിലൊക്കെ വളരെ കൃത്യമായും പറയുന്നതാണ് പോക്സോ ആക്ടിനെ സംബന്ധിച്ചിട്ടുള്ള അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. എന്ത് അവയർനെസ് ആണ് കഴിഞ്ഞ 10 വർഷമായിട്ട് എടുത്തു നോക്കിയാൽ ഇക്കാര്യത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കേസുകൾ വരുന്നു, രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കോടതികൾ ശിക്ഷ വിധിക്കുന്നു, അതോ ഒരു വാർത്തയാകുന്നു, 2 ദിവസം അതൊന്ന് ചർച്ചയാകുന്നു എന്നല്ലാതെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഇടപെടൽ, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, സമഗ്രമായ ഒരു ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്നുള്ളതാണ് എനിക്ക് സന്ധ്യ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സമഗ്രമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്ന് പറയാൻ കഴിയും. ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നു, നമ്മൾ പല കാര്യങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. എനിക്ക് തോന്നുന്നു ആ നിലയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം. ശ്രീ കെ എം ആന്റണി, ഇനി എന്താണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഈ കേസിൽ 4 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിരിക്കുകയാണ്. അതാണിപ്പം നമ്മൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കേസിന് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിതാന്ത്യം വരെയുള്ള ജീവപര്യന്തം, അതായത് ഇനി അയാൾ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കേണ്ട രീതിയിലുള്ള ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ്. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പഴുതും അവശേഷിക്കാതെ, അല്ലെ കണ്ണികൾ ചേർത്തിണക്കി തെളിവുകൾ ശേഖരിച്ച് യുക്തമായ ശിക്ഷ അല്ലെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടതാണ്. അതിന് പറ്റുന്ന പോലീസ് ടീമാണ് ഇപ്പോൾ ആലുവയിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റ് എറണാകുളം റൂറലിലും ഉള്ളതെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഏതായാലും ഈ കേസിൻ്റെ ഉള്ളറകൾ മുഴുവൻ പുറത്തേക്ക് വരട്ടെ. അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടട്ടെ. അതിനുമപ്പുറത്ത് വീടുകളിൽ കുടുംബക്കാരുടെ ഇടയിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ കുട്ടികൾ സുരക്ഷിതരല്ലാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്താൻ വേണ്ടുന്ന ഇടപെടൽ സമൂഹത്തിൽ ഉണ്ടാകണം. അതിന് മുൻകൈയെടുക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ മാറിയ ഒരു സമൂഹം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വൈകുന്നേരം ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിങ്ങോടെ പൂർത്തിയാവുകയാണ്.